प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ। ബെച്ചോ ടീക്കന എല്ലാ മക്കളും നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ. യെസ്, നമ്മുടെ CBSE ലൈവ് ഒക്കെ തുടങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്റർ വഹ് ചിടിയ ജോ എന്നുള്ള ചാപ്റ്റർ, ആ പക്ഷി ഞാനാണ് എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചല്ലോ. യെസ്, എൻ്റെ മക്കളൊക്കെ ലൈവിൽ പങ്കെടുത്ത മക്കളാണ് എന്ന് മാഷിന് അറിയാം. ഇനി ആരെങ്കിലും ആ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് സെക്ഷനിൽ ഉണ്ടായിരിക്കും എൻ്റെ മക്കൾ, അത് കാണുക. അതിലെ ആക്ടിവിറ്റീസ് ആണ് മാഷ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് എൻ്റെ മക്കൾ എന്ത് ചെയ്തോളൂ, ശ്രദ്ധിച്ചോളൂ. നോക്കൂ മക്കളെ, യെസ്, നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കവിത പഠിക്കർ തുമാരെ മൻ മേ ചിടിയ കാ ജോ ചിത്ര ഉബർത്താ ഹേ ഉസ് ചിത്ര കോ കാഗസ് പർ ബനാവോ. എന്താണ് മക്കളെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കവിത പഠിക്കർ അല്ലെ, കവിത വായിച്ചുകൊണ്ട് തുമാരെ മന്മേ നിങ്ങളുടെ എൻ്റെ മക്കളുടെ മനസ്സിലെ അല്ലെ, കവിത പഠിക്കർ, ഈ കവിത വായിച്ച് അല്ലെങ്കിൽ കവിത പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിലെ എന്ത് ചിത്രമാണോ തെളിഞ്ഞു വരുന്നത്, തുമാരെ മന്മേ ചിടിയാക്ക ജോ ചിത്ര, നമ്മുടെ കവിതയിലെ പക്ഷിയെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആ പക്ഷിയുടെ ഏത് ചിത്രമാണോ എൻ്റെ മക്കളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കാഗസ് പർ ബനാവോ, നിങ്ങൾ എന്ത് ചെയ്യണം, കടലാസിൽ എന്ത് ചെയ്യണം, ബനാവോ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ ചിത്രത്തെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. ഓക്കെ, മാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ കവിത പഠിച്ച അല്ലെങ്കിൽ കവിത വായിച്ച കവിത മനസ്സിലാക്കി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ആ പക്ഷിയുടെ ചിത്രം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം അല്ലെങ്കിൽ വരക്കണം. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ തെളിഞ്ഞു വരുന്നത് അത് നിങ്ങൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാക്കി വെക്കുക അല്ലെ. മാഷിന്റെ ഒരു അവിടെ സ്ലൈഡിൽ മാച്ച് ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെറ്റ് അല്ല ആദ്യത്തെ ആക്ടിവിറ്റി, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ രണ്ടാമത്തെ ആക്ടിവിറ്റി ഒന്ന് ശ്രദ്ധിച്ചേടാ. വഹ് ചിടിയ ജോ എന്നുള്ള നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ നോക്കിക്കോ. തുമേ എന്താണ്, തുമേ കവിതാക്ക कोई और शीर्षक देना हो तो क्या शीर्षक देना चाहोगे. എന്താണ് മക്കളെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിതയ്ക്ക് അനുയോജ്യമായ മറ്റൊരു ശീർഷകം എൻ്റെ മക്കൾ നൽകണം അല്ലെ. ഈ കവിതയ്ക്ക് അനുയോജ്യമായ, ഈ കവിതയുടെ ശീർഷകം എന്താ, ഈ കവിതയുടെ ഹെഡിങ് എന്താ, വഹ് ചിടിയ ജോ അല്ലെ, ആ പക്ഷി ഞാനാണ് എന്നുള്ളതാ. അപ്പൊ ഈ കവിതയ്ക്ക് അനുയോജ്യമായ മറ്റൊരു ഹെഡിങ് അല്ലെ, വഹ് ചിടിയ ജോ എന്നുള്ളതിന്റെ മറ്റൊരു ഹെഡിങ് എൻ്റെ മക്കൾ കൊടുക്കുക. എന്താണ് നിങ്ങളുടെ അവസാനം പറഞ്ഞിട്ടുള്ളത്, ഉപയുക്ത ശീർഷക് സോച്ച് കർ ലിഗെ. നിങ്ങൾ എന്ത് ചെയ്യണം, അനുയോജ്യമായ ശീർഷകം നിങ്ങൾ സോച്ച് കർ ലിഗെ, ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ മാഷ് ഒരു ശീർഷകം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നീല കോയൽ. എന്താണ് നീലക്കോയൽ? നീലക്കുയിൽ അല്ലെ. നീലക്കുയിൽ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. കുയിലിനെ തന്നെ മാഷ് അതിൽ നീല ചിറകുള്ള പക്ഷി ഞാനാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നീലക്കോയൽ എന്ന് കൊടുത്തു, നീലക്കുയിൽ നമ്മൾ കൊടുത്തു. അപ്പൊ ഇതേപോലെ എൻ്റെ മക്കൾക്ക് അനുയോജ്യമാണെന്ന് എൻ്റെ മക്കൾക്ക് തോന്നുന്ന മറ്റേത് ഹെഡിങ്ങും എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് പറ്റും അല്ലെ. വഹ് ചിടിയ ജോ എന്നല്ലാത്ത ഏത് ഹെഡിങ്ങും അനുയോജ്യമായ ഒരു ഹെഡിങ് ചിന്തിച്ചിട്ട് എൻ്റെ മക്കൾ കൊടുക്കാം. നീലക്കുയിൽ എന്നുള്ളൊരു ഹെഡിങ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. എളുപ്പല്ല മക്കളെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്മുടെ ചോദ്യം എന്താണ് മക്കളെ, ഇസ് കവിത കെ ആധാർ പർ, ഈ കവിതയെ ആധാർ പർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബതാവോ ബോലോ അല്ലെ, പറയൂ. എന്താണ് പറയേണ്ടത്, കി ചിടിയാക്കോ കിൻ കിൻ ചീസോം സെ പ്യാർ ഹേ. ഈ കവിതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മക്കൾ പറയാ എന്തെല്ലാം സാധനങ്ങളെയാണ് നമ്മുടെ പക്ഷി ഇഷ്ടപ്പെടുന്നത്. ആ കവിതയുടെ ഓരോ സ്റ്റാൻസയിൽ അവസാനം പറയുന്നുണ്ട് അത് എന്തെല്ലാമാണ് എന്ന് മാഷ് വളരെ ലളിതമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുജെ അന്ന സേ ബഹുത്ത് പ്യാർ ഹേ. നമ്മുടെ ആ കവിത പരിശോധിച്ചാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാകും എനിക്ക് അന്നത്തോട് വളരെയധികം ഇഷ്ടമാണ്. മുജെ വിജൻ സേ ബഹുത്ത് പ്യാർ ഹേ. എനിക്ക് ഏകാന്തതയെ വളരെയധികം ഇഷ്ടമാണ് അല്ലെ, ആ കവിതയിൽ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞെന്താ, മുജെ നദി സേ ബഹുത്ത് പ്യാർ ഹേ. എനിക്ക് നദിയെ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതെല്ലാമാണ് എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ചേടാ. ഏതെല്ലാമാണ് എന്നുള്ളത് എൻ്റെ മക്കൾ നോക്കിക്കേ. അന്നസേ മാഷോടെ റൗണ്ട് ചെയ്യുന്നുണ്ട്, വിജൻസേ ഏകാന്തത, നദീസേ നദിയെ. അപ്പൊ അന്നത്തിനോടും ഏകാന്തതയോടും അതേപോലെ നദിയോടും ബഹുത്ത് പസന്ത് ഹേ വളരെയധികം ഇഷ്ടമാണ്, പ്യാർ ഹേ ഇഷ്ടമാണ്. അപ്പൊ ഈ കവിതയിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയൂ പക്ഷിക്ക് എന്തെല്ലാം കിൻ ഏതെല്ലാം അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങളോടാണ് ഇഷ്ടം. അന്നത്തോടുണ്ട്, ഏകാന്തതയോടുണ്ട്, നദിയോടുണ്ട് എന്നുള്ളതാണ്.
ക്ലിയർ ആണോ മക്കളെ? 3 ചോദ്യം എളുപ്പല്ലേ? നമ്മുടെ വഹിച്ചിടിയ ജോ എന്നുള്ള ഈ കവിതയുടെ ആക്ടിവിറ്റീസ് ആണ് മാഷ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് എല്ലാ മക്കൾക്കും സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയി എന്ന് മാഷ് വിശ്വസിക്കുന്നു. എല്ലാവരും സെറ്റ് അല്ലടാ മക്കളെ? റെഡി അല്ലേ? അപ്പൊ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതൂ. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.